കൊച്ചിയിൽ കിരൺ ബറോസിനെ വരവേൽക്കാൻ കൊച്ചി ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് കൊച്ചിയിലെ തിയേറ്ററിൽ കൊച്ചിയിലെ പ്രേക്ഷകരുടെ ഒരു പ്രതികരണം? ഉമേഷ്, ഏതായാലും ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്നിപ്പോൾ ബറോസ് തിയേറ്ററിലേക്ക് എത്തുന്നത്. ആദ്യ ഷോ അത് 9:30-ക്കാണ് തുടങ്ങുന്നത്. ഏതായാലും ഇപ്പോൾ കൊച്ചിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തിയേറ്ററിലൊക്കെ വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തിയേറ്ററുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മുഴുവനും ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ബുക്കിംഗ് അത് ഹൗസ്ഫുള്ളായിട്ട് കിടക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് എടപ്പള്ളി വനിതാ തിയേറ്ററിലാണ്. ഇവിടുത്തെ 2 സ്ക്രീനുകളിലായിട്ട് ഈ സിനിമ ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, ഈ 2 സ്ക്രീനിൽ പ്രദർശിപ്പിക്കുമ്പോൾ പോലും വലിയൊരു തിരക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ 9:30-ക്കാണ് ആദ്യ ഷോ എന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. ഏതായാലും ഇപ്പോൾ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ആളുകളൊക്കെ എല്ലാം തന്നെ കയറി തിയേറ്ററിനുള്ളിലേക്ക് കയറുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും സിനിമ കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏതായാലും സിനിമയ്ക്ക് മുൻപായി തന്നെ വലിയൊരു ആകാംക്ഷയോടുകൂടി തന്നെയാണ് ആളുകൾ തിയേറ്ററിലേക്ക് എത്തുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെ, എത്ര പ്രതീക്ഷയോടുകൂടി തന്നെയാണോ സിനിമ കാണാനായിട്ട് എത്തി? പ്രതീക്ഷയുണ്ട്. ലാലേട്ടൻ ഡയറക്ട് ചെയ്യുന്ന മൂവിയല്ലേ, നല്ല പ്രതീക്ഷയുണ്ട്. ഉറപ്പായിട്ട് എന്തായാലും നല്ല വിജയി. കുറേ നാളത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു ഈ സിനിമക്ക്. അതെ, കുറേ നാളത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു. കുഴപ്പമില്ലല്ലോ. എങ്ങനെയാണ് ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ? എന്നാലും തിയേറ്ററിലേക്ക് കയറാൻ പോവുകയാണല്ലോ. വലിയ പ്രതീക്ഷകൾ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഒരു ഫാൻറ്റസി ചിത്രമായിട്ട് മനസ്സിൽ വെച്ചിട്ട് തന്നെ പോണത്, ഒരു എക്സ്പെരിമെൻ്റൽ സിനിമയായിരിക്കും പ്രതീക്ഷ പോണത്. നോക്കാം എന്തായിരിക്കും. എന്തായാലും ലാലേട്ടൻ എന്നുള്ള ഡയറക്ടറിൽ ചെറിയ വിശ്വാസമുണ്ട്. നോക്കാം എന്തായാലും. ഏതായാലും ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് പ്രേക്ഷകരിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും സിനിമ കാണാൻ പോകുന്നേ ഉള്ളൂ. വലിയൊരു പ്രതീക്ഷ, അതായത് മോഹൻലാൽ സംവിധാനം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമാ പാരമ്പര്യം വർഷങ്ങളായിട്ട് സിനിമാ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സംവിധാനത്തിൽ ഒരു സിനിമ ഒരുങ്ങുന്നത് അത് ഏതായാലും മികച്ച ഒരു സിനിമയായിരിക്കും എന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഈ കഥ അത് വേറൊരു തലത്തിൽ മലയാളി പ്രേക്ഷകർ കണ്ടു പരിചരിച്ച ഒരു തലത്തിൽ നിന്നും മാറി മറ്റൊരു തലത്തിലേക്ക് എത്തുന്ന ഒരു സിനിമ എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. 3Dയിൽ ഒരുങ്ങുന്ന ഈ 3Dയിൽ സംരക്ഷണത്തിനായിട്ട് എത്തിയിരിക്കുന്ന ഈ സിനിമ ഏതായാലും വലിയ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രേക്ഷകർ കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. വലിയൊരു തിരക്ക് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉമേഷ്, കിരണേ, കൊച്ചിയിലാണ് പ്രധാനമായും താരങ്ങളൊക്കെ ചലച്ചിത്രം കാണാനായി എത്തുക. ഇന്ന് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രമായതുകൊണ്ട് തന്നെ അത്തരം താരങ്ങൾ, സിനിമാ മേഖലയിലുള്ള പ്രമുഖരൊക്കെ കൊച്ചിയിൽ തിയേറ്ററുകളിലൊക്കെ എത്തുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഉമേഷ്, ഏതായാലും ഇപ്പോൾ ഇന്ന് തിയേറ്ററിലേക്ക് അത്തരത്തിൽ മറ്റ് നടന്മാരാരും തന്നെ എത്തിയിട്ടില്ല. ഏതായാലും സാധാരണഗതിയിൽ ഇന്നലെ ഈ ചെന്നൈയിൽ വെച്ച് സിനിമയുടെ പ്രിവ്യൂ ഷോ നടന്നിരുന്നു. നിരവധി താരങ്ങളടക്കം അവിടെ എത്തിയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ വിജയ് സേതുപതിയെ അടക്കമുള്ള ആളുകൾ സിനിമ കാണാൻ എത്തുകയും അവരൊക്കെ തന്നെ വലിയൊരു പ്രതീക്ഷ സിനിമയെക്കുറിച്ച് പങ്കുവെക്കുകയുണ്ടായിരുന്നു. സിനിമ കണ്ടതിന് ശേഷമുള്ള അവരുടെ റിവ്യൂ അവർ പങ്കുവെക്കുകയുണ്ടായിരുന്നു. മികച്ചൊരു സിനിമയാണ്, വലിയൊരു പരീക്ഷണം തന്നെയാണ് സിനിമാ മേഖലയിൽ നടത്തിയിരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് താരങ്ങൾ തന്നെ പങ്കുവെച്ചത്. ഏതായാലും കൊച്ചിയിലെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട, അതായത് ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് സിനിമയുടെ റിവ്യൂകളൊക്കെ വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു തിയേറ്റർ തന്നെയാണ് വനിതാ തിയേറ്റർ. ഇന്ന് ഏതായാലും ഈ സിനിമയുടെ ബറോസ് സിനിമയുടെ അണിയറ പ്രവർത്തകരാരും തന്നെ തിയേറ്ററിലേക്ക് എത്തുന്നില്ല. മറ്റ് താരങ്ങളും തന്നെ ആദ്യത്തെ ഷോയിൽ എത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ലാലേട്ടൻ ഫാൻസ് അത്തരത്തിലുള്ള ആളുകളൊക്കെ വലിയ രീതിയിൽ തന്നെ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ തിയേറ്ററിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യം, കൂടുതലായിട്ട് തന്നെ കുട്ടികളാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. കുട്ടികളെ അവർക്ക് വേണ്ടി തയ്യാറാക്കി, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ കാണാൻ, അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ബറോസ് എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ അതിൻ്റെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്ന ഒരു ഫാൻറ്റസിയാണ്. ആ തരത്തിൽ ഒരു അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു സിനിമ എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികളായിട്ടുള്ള പ്രേക്ഷകരുടെ ഒരു വലിയ നിരയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ക്രിസ്മസ് ആഘോഷങ്ങളിൽ തന്നെ നിൽക്കുന്ന ഒരു ദിവസമാണ്. ഏതായാലും ക്രിസ്മസ് ദിവസത്തിൽ ഇന്ന് സിനിമയുടെ റിലീസ് നടക്കുകയാണ്. വലിയൊരു തിരക്ക് തന്നെ തിയേറ്ററുകളിലൊക്കെ നമുക്ക് രാവിലെ മുതൽ തന്നെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബുക്ക് മൈ ഷോ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഇന്ന് മുഴുവനും ഹൗസ്ഫുള്ളാണ്. വരും ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഹൗസ്ഫുള്ളായി തന്നെയാണ് കാണുന്നത്. ഏതായാലും വലിയ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ലാലേട്ടൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സിനിമയെ മലയാളി പ്രേക്ഷകർ, ഒപ്പം തന്നെ സിനിമ ഒരു പാൻ ഇന്ത്യൻ റിലീസ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലും ഇറങ്ങുന്ന ഒരു സിനിമ, അതിനെ വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ലോകം മുഴുവനുമുള്ള ലാലേട്ടൻ ആരാധകർ കാത്തിരിക്കുന്നത്.